ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെള്ളിയാഴ്ച രാവിലെ നാരങ്ങ കൊണ്ട് ഈ ഒരു കാര്യം ചെയ്താൽ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വളരെ വേഗത്തിൽ വലിയ അളവിൽ ധനവും സമ്പത്തും ഐശ്വര്യവും സർവ്വ കുടുംബ ഐശ്വര്യങ്ങളും എല്ലാവിധ അഭിവൃദ്ധികളും ഉണ്ടായി വരും. വലിയ അളവിൽ ധനം വന്നു ചേരും. മാത്രമല്ല, നാരങ്ങ കൊണ്ടുള്ള നിരവധി രഹസ്യ നല്ല കാര്യത്തിന് വേണ്ടിയുള്ള പ്രയോഗങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ കാണുന്നവർ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇനിയും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നല്ല നല്ല ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഇതെപ്പോഴും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം, നമ്മൾ ഏത് കാര്യം ചെയ്താലും അതിന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് ചെയ്തു പോകണം. ഞാൻ അങ്ങനെ ഒരു നിയമത്തിൽ, അങ്ങനെ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ഏത് നമ്മൾ ചെയ്താലും ആ കാര്യത്തിന് പാലിക്കേണ്ട കാര്യങ്ങൾ, അതിന് വേണ്ട കാര്യങ്ങൾ അത് ചെയ്തു പോകണം. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ഭാഗമായി നിങ്ങളെ ഒന്നും ഓർമ്മപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് എൻ്റെ ഒരു കടമയാണ്. അത് ഏത് ജോലി ചെയ്യുമ്പോഴും അതിനോട് പുലർത്തേണ്ട ചില കടമയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. അത് എപ്പോഴും അങ്ങനെ പറയുന്നതേ ഉള്ളൂ, അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ചിലർ വിചാരിക്കുക എപ്പോഴും എല്ലാ വീഡിയോയും ഇങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന് നമ്മുടെ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ സംശയം ഉണ്ടാകാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അത് ചെയ്യേണ്ട കാര്യം നമ്മൾ ചെറുതോ വലുതോ എന്നൊരു കാര്യമല്ല, വലിയവനോ ചെറിയവനോ ഒന്നുമല്ല. ഏത് കാര്യം ചെയ്താലും അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ചെയ്തു പോകണം. അതാണ് ആ പ്രവൃത്തിയോട് ചെയ്യുന്ന നീതി. ആ നിലയിൽ ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് മുമ്പ് എപ്പോഴും അങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വിഷയത്തിലേക്ക് വരികയാണ്. നാരങ്ങ സമർപ്പിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നാരങ്ങ സമർപ്പിക്കുന്നത് ചോദിച്ചാൽ മിക്കവാറും ആളുകൾ നമ്മളോട് പറഞ്ഞു തരും, നാരങ്ങ നല്ലതാണ്, നമുക്കറിയാൻ വയ്യേ, ദൃഷ്ടിദോഷനൊക്കെ നല്ലതാണ്, അറിയാൻ വയ്യേ. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് കൺവിൻസിങ് ആകുന്ന ഒരു മറുപടി കിട്ടുമ്പോഴേ അതിനൊരർത്ഥം ഉണ്ടാകുന്നുള്ളൂ. ഞാൻ എൻ്റെ അറിവ് പറഞ്ഞു തരാം. അതായത്, ആദ്യം നാരങ്ങ കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളും അതിനോടൊപ്പം അതിൻ്റെ രഹസ്യങ്ങളും പറഞ്ഞുതരാം. നാരങ്ങ വെള്ളിയാഴ്ച രാവിലെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷെ മുഴുവൻ കാണണം. അറിയാൻ വയ്യാത്ത, ആരും പറയാത്ത കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്താവുള്ളൂ. ആദ്യം കേട്ട് എനിക്കിത് അറിയാവുന്നതാണെന്ന് വിചാരിക്കരുത്. നമ്മൾ വെള്ളിയാഴ്ച രാവിലെ ദേവീക്ഷേത്രത്തിൽ പോവുക. ദേവീക്ഷേത്രത്തിൽ പോകുമ്പം അവിടെ നാരങ്ങ വിളക്ക് കത്തിക്കണം. നാരങ്ങ വിളക്ക് എങ്ങനെയാണ് കത്തിക്കുന്നത്? ഒരു നാരങ്ങ എടുത്ത് രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞ് അത് ഇങ്ങനെ അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് തിരി കത്തിക്കണം. എങ്ങനെ കത്തിക്കണം? ദേവിയെ പ്രാർത്ഥിച്ച്, സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ. ദേവിയെ സ്തുതിച്ചുകൊണ്ട് നാരങ്ങ വിളക്ക് കത്തിക്കണം. മനസ്സിലായല്ലോ? ആ വിളക്ക് കത്തിക്കുമ്പം, ദീപം കത്തിക്കുമ്പോൾ ദേവിയെ ഒന്ന് സ്തുതിക്കണം. അപ്പോഴാണ് ദേവിയിലേക്ക് എത്തുന്നത്. അത് മനസ്സിലായില്ലേ? വായ കൊണ്ട് ഉച്ചരിച്ച് ജപിക്കണം. ഞാൻ പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് ഈ നാരങ്ങ കത്തിച്ച് വെച്ചു. അതൊന്നും ഉയർത്തി ദേവിയെ ഒന്ന് കാണിച്ച് സ്തുതിക്കുക. ഒന്ന് കയ്യിലോട്ട് പിടിച്ച്, സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ എന്ന് സ്തുതിച്ച ശേഷം രണ്ട് നാരങ്ങയും ആ നാരങ്ങ വിളക്കും വയ്ക്കുക. ഇങ്ങനെ ചെയ്യുക. വെള്ളിയാഴ്ച രാവിലെ ചെയ്യുക. ഇത് വെള്ളിയാഴ്ചകളിൽ ആവർത്തിച്ചാൽ നിങ്ങൾക്ക് അപ്രത്യക്ഷമായി ധനം വന്നു ചേരും. അളവറ്റ ധനം ഉണ്ടാകും. ക്രമേണ നിങ്ങളുടെ തൊഴിൽ, ഏത് മുടങ്ങിക്കിടക്കുന്ന കാര്യവും ഉയർച്ച ഉണ്ടാകും. ഇങ്ങേയറ്റം ഒരാളുടെ നാളും പേരും പറഞ്ഞ് ചെയ്യുന്നു. ഇപ്പം മദ്യപാനിയാണോ, അല്ലെങ്കിൽ സ്വഭാവദോഷങ്ങളുണ്ടോ, എന്താണെങ്കിലും അതെല്ലാം മാറിക്കിട്ടി അവർ ഏറ്റവും മിടുക്കന്മാരായിട്ട് വരും. അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് ചെറിയ കാര്യമല്ല. ചെയ്യേണ്ട രീതി ചെയ്യണം. അത് മനസ്സിലാക്കി ചെയ്യേണ്ട രീതിയിൽ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഇനിയും നാരങ്ങയുടെ പ്രത്യേകത എന്താണ്? നാരങ്ങ കൊള്ളാം. നാരങ്ങ നമുക്ക് കത്തിക്കാറുണ്ടല്ലോ. നാരങ്ങ
ദൃഷ്ടിദോഷത്തിന് എടുക്കാവുന്നതാണല്ലോ. അതല്ല, നാരങ്ങയുടെ പ്രത്യേകത എന്താണ്? അത് എൻ്റെ അറിവ് ഞാൻ പറഞ്ഞു തരികയാണ്. നാരങ്ങ ഒരു ഫലമാണ് നാരങ്ങ. തേങ്ങയും ഒരു ഫലമാണ്. ഫലങ്ങൾ നമ്മൾ ദേവിക്കോ ദേവനോ സമർപ്പിക്കാറുണ്ട്. അത് ഏറ്റവും ഉത്തമമായ ഒരു സമർപ്പണമാണ്. അതെന്തുകൊണ്ടാണ് ഉത്തമമായ സമർപ്പണമാകുന്നത്? ബാക്കിയുള്ള സമർപ്പിക്കുന്നതൊന്നും ഉത്തമമല്ലേ? എന്തുകൊണ്ടെന്നാൽ ഈ ഫലങ്ങൾ നമ്മൾക്ക് നമുക്ക് കഴിക്കാവുന്നതാണ്. അത് ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ, നമുക്ക് കഴിക്കാവുന്ന കാര്യങ്ങൾ നമ്മളത് മാറ്റിവെച്ച് ഒരു ത്യാഗമായിട്ട് അത് ദേവന് സമർപ്പിക്കുകയാണ്. ആ സമർപ്പണം ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് തന്നെയാണ് ഫലങ്ങൾ ദേവനല്ല ദേവിക്ക് സമർപ്പിക്കുമ്പോൾ പെട്ടെന്ന് ഫലം കിട്ടും. ഞാൻ 2 പഴം ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു കാര്യം ഇതിന് മുമ്പത്തെ വീഡിയോ പറഞ്ഞിരുന്നു. വളരെ രഹസ്യമുള്ള കാര്യമാണ്. അധികം ആരും കണ്ടിട്ടില്ല. കാരണം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയാലോ. അതുകൊണ്ട് അധികം ആളുകൾ അത്രയും നല്ല കാര്യങ്ങൾ കാണാറില്ലല്ലോ. അപ്പം കുറച്ച് പേരെ കണ്ടിട്ടുണ്ട്, അവർക്കത് മനസ്സിലായെന്നാണ്. പഴം ദേവിക്ക് സമർപ്പിക്കുന്ന പഴം ഒരു ഫലമാണ്. അപ്പം ഫലങ്ങൾ ദേവനല്ല ദേവിക്ക് സമർപ്പിക്കുമ്പോൾ അത് ഫലങ്ങൾ നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ നമ്മളത് കഴിക്കാതെ, അപ്പോൾ ഒരു ത്യാഗമായി അവിടെ. അത് ത്യാഗത്തോടു കൂടി നമുക്ക് നമ്മൾ കഴിക്കാതെ അത് ആ ദേവനല്ല ദേവിയിൽ സമർപ്പിക്കുകയാണ്. അത് ഉത്കൃഷ്ടമായൊരു സമർപ്പണമാണ്. ഒരു ത്യാഗം അവിടെയുണ്ട്, നല്ല ഒരു സമർപ്പണം അവിടെയുണ്ട്. കാരണം നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ വേണ്ടാന്ന് വെച്ച് അത് ദേവന് സമർപ്പിച്ചേക്കാം. വളരെ ശ്രേഷ്ഠമായൊരു സമർപ്പണമാണത്. അതുകൊണ്ടാണ് ഫലങ്ങൾ ദേവനല്ല ദേവിയിൽ സമർപ്പിച്ചാൽ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നത്. അല്ലാതെ ഇപ്പം നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ നാരങ്ങ സമർപ്പിക്കാമല്ലോ, പണ്ട് തൊട്ട് ചെയ്യുന്നതല്ലേ. എന്നാ അതിൻ്റെ കാരണമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകണം. അത് മനസ്സിലാകുമ്പോഴാണ് അതിന് അർത്ഥം ഉണ്ടാകുന്നത്. അല്ലാതെ നമുക്ക് ഈ ഒരു കാരണത്തിന് വേണ്ടി കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. സമർപ്പിക്കാമല്ലോ, വർഷങ്ങളായിട്ട് ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ കറക്റ്റ് കാര്യം എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇനിയും നമ്മൾ വസ്ത്രം, ഇപ്പോൾ സെറ്റും മുണ്ടുമൊക്കെ ദേവിക്ക് സമർപ്പിക്കാറുണ്ട്. പെട്ടെന്ന് ഫലം ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന കാര്യമാണ്. അത് നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യം നമ്മൾ ഉപയോഗിക്കാതെ ഒരു ത്യാഗത്തോടു കൂടി ദേവിക്ക് സമർപ്പിക്കുമ്പോഴാണ് അത് ശ്രേഷ്ഠമായ സമർപ്പണമാകുന്നത്. അതുപോലെ തന്നെയാണ് ഫലങ്ങളും. നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മളത് കഴിക്കാതെ അത് കഴിക്കേണ്ടെന്ന് വെച്ച് അതെന്നാൽ ദേവിക്ക് കൊടുക്കാം എന്നുള്ളൊരു ത്യാഗമാണ് അവിടെ. അങ്ങനെ ഒരു സമർപ്പണമായതുകൊണ്ടാണ് ഫലങ്ങൾ ദേവിക്കാണെങ്കിലും ദേവനാണെങ്കിലും ഗുരുവിനാണെങ്കിലും സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ്. നമ്മളൊക്കെ ക്രിയായോഗം സ്വീകരിച്ചപ്പോൾ ഗുരുവിന് ഫലമൂലാദികൾ സമർപ്പിച്ചിട്ട് തന്നെയാണ് സ്വീകരിച്ചത്. അതിൻ്റെ അതൊക്കെ കാര്യമുണ്ട്. അല്ലാതെ നമ്മളെ കൊണ്ട് ചെന്നാൽ ഉടനെ ഒരു പേപ്പറിൽ എഴുതി ഒരു മന്ത്രം എഴുതി അങ്ങ് തന്നാലോ അത് വിദ്യ ആ ഒരു ഫലമാവുകയില്ല. അതിൻ്റെതായ രീതികളുണ്ട് എല്ലാത്തിനും. ആ രീതി ചെയ്താൽ ഫലം കിട്ടും, അല്ലെങ്കിൽ ഫലം കിട്ടത്തില്ലെന്നേ ഉള്ളൂ, അല്ല വേറെ കാര്യമില്ല. അപ്പം അതിൻ്റെതായ വിധികളുണ്ട് എല്ലാത്തിനും. ആ വിധികൾ എന്ന് പറഞ്ഞാൽ ആ വിധികൾ നമുക്ക് ബോധ്യപ്പെടുന്നതായിരിക്കണം. മനസ്സിലായില്ലേ? നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളായിരിക്കണം. വെറുതെ ഒരു കാര്യകാരണത്തിന് വേണ്ടി ഒരു കാര്യം പറയുന്നതാകരുത്. അതിനൊരു അർത്ഥമുണ്ടാകണം ജീവിതത്തിൽ. അപ്പം ഇങ്ങനെയാണ് ഇനിയും പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ അമ്മയ്ക്ക് നാരങ്ങാമാല സമർപ്പിക്കും. അതുകൊണ്ടാണ് ശ്രേഷ്ഠമാകുന്നത്. ഇനിയും ഈ ഫലങ്ങളിൽ ദീപങ്ങളുടെ തിരിയും കൂടെ കത്തിച്ച് സമർപ്പിച്ചാലോ അതിശ്രേഷ്ഠമാണ്. അങ്ങനെയാണ് നാരങ്ങ വിളക്ക് അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. അതിശ്രേഷ്ഠമാണ്. അതൊരു ഫലമാണ്. അതിൽ ദീപം, അഗ്നി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ്. അഗ്നി ഏറ്റവും ശ്രേഷ്ഠമാണ്. ഒരഗ്നിയിൽ നിന്ന് എത്ര അഗ്നി വേണമെങ്കിലും പകരാം. ഏതിനെയും ശുദ്ധീകരിക്കുന്നതാണ് അഗ്നി. എല്ലാത്തിൻ്റെ ഉള്ളിലും അഗ്നി, താപം എന്ന രീതിയിലുണ്ട്. അഗ്നി ബ്രഹ്മം തന്നെയാണ്. ആ ശ്രേഷ്ഠമായ അഗ്നിയും കൂടെ ആ ഫലത്തോടൊപ്പം സമർപ്പിക്കുമ്പോൾ അത് വളരെ ശ്രേഷ്ഠമായ സമർപ്പണമാകുന്നു. അതാണ് നാരങ്ങാദീപം അതിശ്രേഷ്ഠമാകുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് അയ്യപ്പന് നീരാഞ്ജനം. അതും തേങ്ങ എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഫലമാണ്. അതിലാണ് ദീപം അയ്യപ്പനെ സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നീരാഞ്ജനം ശ്രേഷ്ഠമാകുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മളിപ്പോൾ നീരാഞ്ജനം പണ്ട് തൊട്ടേ സമർപ്പിക്കാമല്ലോ എന്നല്ല. അതിന് ഓരോന്നിനും ഓരോ കാരണവും ഓരോ ലക്ഷ്യവും ഓരോ അർത്ഥവും ഓരോ മഹത്തായ സമർപ്പണവും കൂടിയാണ്. അതറിയുമ്പോഴേ മഹത്തായ സമർപ്പണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ആ മഹത്വം ഉള്ളിൽ വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ആ ഈശ്വരാധീനം ഉണരുന്നത്. ആ ചെയ്യുന്ന കാര്യത്തിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുമ്പോഴാണ് ഉള്ളിലെ ദൈവികതയെ അത് ഉണർത്തുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇത്ര ക്ലിയറായിട്ട് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഇത്ര ക്ലിയറായിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോകൾ അധികം ആരും കാണാറില്ല. അതിപ്പോൾ അവരവരുടെ ഇഷ്ടം, നമ്മളതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല.
കാണുന്നവർ കാണട്ടെ, അറിയുന്നവർ അറിയട്ടെ, ചെയ്യുന്നവർ ചെയ്യട്ടെ, ഒക്കെ അവനവൻ്റെ ഇഷ്ടം. നമ്മൾ ചെയ്യുന്നതിനോട് നമ്മൾ നീതി പുലർത്തി മുഴുവൻ പറഞ്ഞു തരുന്നു. ഞാനൊരു ഈശ്വരനെ സാക്ഷി നിർത്തി, ഈ ഗുരുവിനെ സാക്ഷി നിർത്തി ആണ് ഓരോ കാര്യം പറയുന്നത്. അത് മതി. ചെയ്യുന്നവരും അറിയുന്നവരും അവർക്ക് ഗുണമുണ്ടാകും. എല്ലാവരും ഇപ്പോൾ അറിയണമെന്ന് വെച്ച് നടക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നാരങ്ങ കൊണ്ടുള്ള ഫലങ്ങൾ. പിന്നെ നാരങ്ങ ജപിച്ചു കൊടുത്താൽ വശപ്പെടും എന്നൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളൊന്ന് ജപിച്ചു നോക്കിയാൽ വശപ്പെടും ഇല്ലയോ എന്നറിയാം. തല്ല് കിട്ടാതിരുന്ന ഭാഗ്യം. അത് അങ്ങനെയൊന്നും അല്ല അതിൻ്റെ കാര്യങ്ങൾ. നമ്മൾ ജപിച്ചു കൊടുത്താൽ വശപ്പെടും. അങ്ങനെ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് ദൈവികമായ കാര്യം കൊണ്ടും നമുക്ക് നല്ലൊരു അനുഭവം വരണമെങ്കിൽ അതിലൊരു നന്മ വേണം. ചുമ്മാ ഒരു ആളെ അവർക്കിപ്പോൾ ഇഷ്ടമില്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല, അവരെ ഒന്ന് വശീകരിക്കണം, അതെന്ന് വെച്ചാൽ അതിനകത്തൊരു നന്മ വേണം, ഒരു സത്യം വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈശ്വരീയമായ കാര്യങ്ങൾ പെട്ടെന്ന് ഫലം ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ശാശ്വതമായ ഫലം ചെയ്യത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു മന്ത്രം ജപിച്ചു കൊടുത്താലോ ഒരു നാരങ്ങ ജപിച്ചു കൊടുത്താലോ വശപ്പെടും. നിങ്ങൾ തന്നെ യുക്തിക്കും ബുദ്ധിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് ചെയ്തു നോക്കുക, വശപ്പെടുമോ ഇല്ലയോ എന്നറിയാം. ചിലപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാമെങ്കിൽ നല്ലതായിരിക്കും. അത് അങ്ങനെയൊന്നും അല്ല. ഓരോന്നും അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കി ചെയ്യണം. കാരണം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനകത്തൊരു നന്മ വേണം. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോസ്, നമ്മൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അവർ നമ്മളെ എപ്പോഴും എതിർക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ന്യായമായിട്ട് കാര്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാം. അതിലൊരു നന്മ ഉണ്ടാകണം. അത് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയണം. വെറുതെ ഒരു മന്ത്രം ജപിച്ച് നാരങ്ങ കൊടുത്താലൊന്നും, അതുകൊണ്ടൊന്നും നിങ്ങൾ ചെയ്തു നോക്കുക. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. അതിനെ അങ്ങനെ മനസ്സിലാക്കുക. എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്, നിരീക്ഷണങ്ങൾ മാത്രമാണ്, അത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തുക. ഈ നാരങ്ങ ചില രീതിയിൽ ചെയ്താൽ നമുക്കൊരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരാളിൻ്റെ. എങ്ങനെയാണ്? ഒന്ന്, ഇപ്പം ഒരാൾ ഒരു കാര്യത്തിലും നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട്, നമ്മുടെ ഭാഗത്ത് സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ, ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ, അത് ക്രമേണ ചിലപ്പോൾ നമ്മൾ പറയുന്ന അവർ കേൾക്കും. ഇന്നോ നാളെയോ എന്നല്ല, നമ്മുടെ ഒരു സ്വാധീനം വന്നു കഴിയുമ്പോൾ ക്രമേണ അവർ നമ്മളിലേക്കൊരു ചായ്വ് ഉണ്ടാകും. അതിനു വേണ്ടിയുള്ള ഒന്ന് നാരങ്ങ ഇങ്ങനെ കൊടുക്കാം. അതെങ്ങനെ കൊടുക്കണം? അത് ഒന്നാമത്തെ കാര്യം, നല്ലൊരു ചിന്താഗതി വേണം മനസ്സിൽ, ഒരു നന്മ മനസ്സിൽ വേണം, നല്ല കാര്യത്തിന് വേണ്ടി ആയിരിക്കണം, അതിനൊരു നല്ല ലക്ഷ്യമുണ്ടാകണം. മനസ്സിലായില്ലേ? 2, ഈ നല്ല ലക്ഷ്യമുണ്ടാകുമ്പോഴാണ് ഉള്ളിലെ ഈശ്വരീയമായ ബോധവും പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? നല്ല ലക്ഷ്യമുണ്ടാകുമ്പോഴേ ഉള്ളിലെ ഈശ്വരീയമായ ബോധം പ്രവർത്തിക്കത്തുള്ളൂ, നമ്മുടെ ഉള്ളിലെ ഡിവൈൻ കോൺഷ്യസ്നസ് പ്രവർത്തിക്കത്തുള്ളൂ. നന്മ അതിലാണ് ഈശ്വരൻ എന്നുള്ള ബോധം. കാരണം അങ്ങനെ തന്നെയാണ് നമ്മൾ ആ ബോധത്തെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പം ആ ഒരു നന്മ ഉണ്ടാകണം. 2, ഇത് ഒരാൾക്ക് നമ്മളിപ്പോൾ ഒരു നാരങ്ങ കൊടുക്കുമ്പോൾ ഒരു നന്മ ഉണ്ടാകണം മനസ്സിൽ. നല്ല കാര്യത്തിന് വേണ്ടിയാണ്, നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടാകണം. ആ വ്യക്തിയിലെ നല്ല വശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. പെട്ടെന്ന് വശപ്പെടുത്തുക. ഇനി നാരങ്ങ കൊടുക്കേണ്ട ഒന്നും വേണ്ട, ആ വ്യക്തിയോട് സംസാരിച്ചാലും മതി. ഒന്ന്, നന്മ ഉണ്ടാകുക, നന്മയോടെ ചിന്തിക്കുക. 2, കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ചിന്തിക്കുക. 3, ആ വ്യക്തിയിലെ നല്ല വശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ആ വ്യക്തിയോട് സംസാരിക്കുക. നാരങ്ങയും കൊടുക്കേണ്ട, ഒന്നും കൊടുക്കണ്ട. അവർക്ക് നമ്മളിലൊരു സ്വാധീനം ഉണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ. മനസ്സിലായല്ലേ? അപ്പോൾ സ്വാധീനിക്കാൻ പറ്റും. ആ വ്യക്തിയുടെ ഏത് വ്യക്തിക്കും പോസിറ്റീവ് നെഗറ്റീവ് 2 സൈഡ് കാണും. എല്ലാവരും ഈ ഗുണമുള്ളവർ മാത്രവുമില്ല, ദോഷമുള്ളവർ മാത്രവുമില്ല. ഈ 2 ഇടകലർന്നതാണ് മനുഷ്യൻ. അപ്പോൾ അവരുടെ നല്ല ഭാഗം മാത്രം, അവരുടെ ദോഷവശം തീർച്ചയായിട്ടും ഉണ്ടാകും, നല്ല ഭാഗം മാത്രം ചിന്തിച്ച് അവരോട് സംസാരിക്കുക. ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി, നന്മ നിറഞ്ഞ മനസ്സോടുകൂടി അവർ വശപ്പെടും. നിങ്ങൾ ചെയ്തു നോക്കുക. ഇനിയും അങ്ങനെ ആ ഒരു ഭാവത്തോടു കൂടി നാരങ്ങ കൊടുത്താലും ഒരു പഴം കൊടുത്താലും ഒക്കെ അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം. ഒരു ഫലം കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രത്യേകത ഉണ്ട്. വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം. ഫലം കൊടുത്തില്ലെങ്കിലും ഒരു നാരങ്ങയോ പഴമോ ഒന്നും കൊടുത്തില്ലെങ്കിലും വശപ്പെടുത്താം. ഇങ്ങനെ നല്ല കാര്യത്തിനുണ്ട്. അവരിൽ നമ്മളെ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവരെ ഒന്ന് സ്വാധീനിക്കാൻ പറ്റും തീർച്ചയായിട്ടും. ഇനിയും പഴം കൊടുക്കുന്നു അല്ലെങ്കിൽ നാരങ്ങ കൊടുക്കുന്നു, ഫലങ്ങളായതുകൊണ്ടാണ് പ്രത്യേകത. അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളും ഉണ്ട്. അത്
ഞാൻ എൻ്റെ ഒരു വീഡിയോ ശരനൂൽ വിദ്യയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ശരം എന്ന് വെച്ചാൽ ശ്വാസത്തെക്കുറിച്ചുള്ള. ഏതായാലും അത് ഭാഗ്യം കൊണ്ടാണോ നിർഭാഗ്യം കൊണ്ടാണോ അത് ആ വീഡിയോയെ അധികാരം കണ്ടിട്ടില്ല. കാരണം ഓരോരുത്തരുടെ ആ ഒരു ഭാഗ്യമാണല്ലോ അല്ല, അല്ലെങ്കിൽ ഈ ഒരു ഈശ്വരാധീനം വേണമല്ലോ ഇത്തരം നിഗൂഢമായ അറിവുകൾ അറിയാൻ. നമ്മൾ ഏറ്റവും വിശദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ അത് ആരും കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും അതിനെക്കുറിച്ചുള്ള കാര്യം പറയുന്നത്, നമ്മളുടെ രണ്ട് മൂക്കിൽ കൂടിയും എൻ്റെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ വലത്ത് മൂക്ക് ഇതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ നോക്കുമ്പോൾ ഇടത്ത് മൂക്കായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. വീഡിയോയുടെ വരുമ്പോഴുള്ള പ്രത്യേകതയാണ് ഇത്. ഇത് വലത്ത് കൈയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഇടത്ത് കൈയായിട്ട് തോന്നും. അതുകൊണ്ട് എടുത്ത് പറയുന്നത്. ഇത് വലത്ത് മൂക്ക്, ഇത് ഇടത്ത് മൂക്ക്. രണ്ട് ദ്വാരങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. മൂക്കൊന്നേ ഉള്ളൂ, അത് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വലത്ത് മൂക്കും ഇടത്ത് മൂക്കും ഇതിൽ 80% ശ്വാസം സഞ്ചരിക്കുന്ന ഏത് മൂക്കിൽ കൂടെ ആണെന്ന് നോക്കണം. എങ്ങനെ നോക്കണം? ഇങ്ങനെ കൈവച്ച് നോക്കണം. മനസ്സിലായല്ലേ? അപ്പോൾ അറിയാൻ പറ്റും കൂടുതൽ ശ്വാസം ഏത് ദ്വാരത്തിൽ കൂടെയാണ്, ഏത് മൂക്കിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഇടത്ത് മൂക്കിൽ കൂടെയാണ് ശ്വാസം കൂടുതൽ സഞ്ചരിക്കുന്നത്. എന്ത് ചെയ്യണം? അപ്പോൾ ഇടത്ത് കൈ കൊണ്ട് ഒരു പഴം കൊടുക്കുക, ഇടത്ത് കൈ കൊണ്ട് ഒരു നാരങ്ങ കൊടുക്കുക, ഇടത്ത് കൈ ഉയർത്തി സംസാരിക്കുക. അപ്പോൾ എപ്പോഴും കുട്ടിയുടെ മനസ്സോടുകൂടി, നിഷ്കളങ്കമായ മനസ്സോടുകൂടി ആ മനുഷ്യനെ നന്മ ചിന്തിച്ച് ചെയ്യണം. ആ വ്യക്തി സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു കാര്യത്തിന് ഒരു കൃത്യമായ രീതിയിൽ അത് ഞാനെന്നല്ല ആര് പറഞ്ഞാലും നിങ്ങൾക്ക് ബോധ്യമാകുന്നിടം വരെ അതിനെക്കുറിച്ച് അന്വേഷിക്കണം, അത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം. എന്നിട്ട് അതിനെ ഉൾക്കൊള്ളാവുള്ളൂ. അല്ല നമുക്ക് ബോധ്യമില്ലാത്ത ഒരു കാര്യം പറഞ്ഞ് അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് അതുകൊണ്ടാണ് എന്നല്ല, അതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. പിന്നെ നാരങ്ങയുടെ വേറൊരു വശമാണ് പറഞ്ഞിരുന്നത്. നാരങ്ങ ഈ പുതിയ വണ്ടിയൊക്കെ എടുത്തു കഴിയുമ്പം വണ്ടിയുടെ അടിയിൽ നാരങ്ങ വെച്ചിട്ട് വണ്ടി കയറ്റാറുണ്ട്. അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. നല്ലതാണത് കേട്ടോ. വണ്ടി ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഒരു നാരങ്ങ വെച്ചിട്ട് വണ്ടി അതേ കൂടെ കയറ്റുന്നത് ഏറ്റവും നല്ലതാണ്. അതെ, അമ്പലത്തിൽ പൂജിച്ച് കഴിഞ്ഞ് അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പം അത് അങ്ങനെ ചെയ്യുന്നു. നാരങ്ങ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്, നല്ലതല്ലേ? നാരങ്ങ ചിലർ വണ്ടിയെ താഴെ കെട്ട് ഇടാറുണ്ട്. അത് പണ്ട് തൊട്ടേ ചെയ്യുന്നതാണ്. അങ്ങനെയല്ല. അതിൻ്റെ ഒരു വശമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് ഒരു വണ്ടി എടുത്തു, ആ വണ്ടി എടുത്ത് അവൻ ആ അമ്പലത്തിൽ പോയി പൂജിച്ച് ആദ്യ അനുഭവമാണ് ഉണ്ടാകാൻ പോകുന്നത്. ആദ്യ അനുഭവം എപ്പോഴും നമ്മളെ വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്നതാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്, ചുമ്മാ പറയുന്നതല്ല. നമുക്ക് ഒരു വ്യക്തി ഇടപെടുമ്പോഴാണ് ആദ്യമായി അവരിൽ നിന്നൊരു മോശം അനുഭവം ഉണ്ടായാൽ നമ്മുടെ മനസ്സിൽ അതെന്നും കാണും. ആദ്യം അവരിൽ നല്ലൊരു സമീപനം ഉണ്ടാകുന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും അത് കാണും. അതുകൊണ്ടാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞു വരാൻ 10-15 മിനിറ്റ് എടുക്കും. അത് ആവശ്യമുള്ളവർ കാണുക കേട്ടോ. ഇതിപ്പം പറഞ്ഞു വരണ്ടേ ഇതുപോലുള്ള കാര്യങ്ങൾ. ഇത് 5 മിനിറ്റോട് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. തിരക്കുള്ള വഴിക്ക് പോവുക, ആവശ്യമുള്ളവർ കാണുക. അപ്പം നാരങ്ങ എന്നുള്ളത് ഒരു ഫലമാണ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നാരങ്ങയ്ക്ക് നല്ല നിറമാണ് അല്ലേ? ആ നിറം, ഈ നല്ല നിറമുള്ളതെല്ലാം നമ്മളെ ആകർഷിക്കും പെട്ടെന്ന്. നല്ല നിറമുള്ളതെല്ലാം നമ്മളെ പെട്ടെന്ന് ആകർഷിക്കും. അപ്പം നമ്മൾ വണ്ടി എടുക്കുന്ന ആദ്യം ഒരു അനുഭവമാണ്. ആ പുതിയ വണ്ടിയിലുള്ള ആദ്യ അനുഭവം അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല വണ്ടി ആദ്യമായിട്ട് ഓടിക്കാമെന്നല്ല, പുതിയ വണ്ടിയിലുള്ള ഒരു ആദ്യ അനുഭവം ആ വണ്ടിയിലുള്ള. അപ്പം വണ്ടിയിൽ ആദ്യം എടുക്കുമ്പോൾ കുറേ ആളുകളൊക്കെ ചിലപ്പം ചുറ്റും കാണും. അവരിൽ ചില ആളുകളെങ്കിലും, എല്ലാവരും നല്ല ചിന്താഗതി ഉള്ളവരല്ല, പലരും നെഗറ്റീവ് ചിന്താഗതി ഉള്ളവരുണ്ട്. പവർഫുള്ളായിട്ടുള്ള നെഗറ്റീവ് ചിന്താഗതിയാണെങ്കിൽ മറ്റുള്ളവരെ ബാധിക്കുക തന്നെ ചെയ്യും. ചില പുള്ളികളിങ്ങനെ നോക്കിയിട്ട് കൊള്ളാമല്ലോടാ നിൻ്റെ വണ്ടി, ഇത്രയും മതി, കൂടെ ഒന്നും പറയണ്ട, ഇത്രയും പറഞ്ഞാൽ മതി. പവർഫുള്ളായിട്ട് നെഗറ്റീവ് ചിന്താഗതി ഉള്ളവനാണെങ്കിൽ പറയണ്ട, ചിന്തിച്ചാൽ മതി. അങ്ങനെയുള്ള വേന്ദ്രന്മാരൊക്കെ അടുത്തൊക്കെ കാണും. അപ്പം നമ്മൾ ഈ നാരങ്ങ എടുക്കുമ്പം ഈ പുള്ളികളുടെ ശ്രദ്ധ മുഴുവൻ നാരങ്ങയിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഒന്ന് നാരങ്ങയുടെ കളറ്, രണ്ട് ഇവന് ഈ നാരങ്ങ കൊണ്ട് തന്നെ ചെയ്യാൻ പോകുന്നത്. ഈ മനസ്സ് മുഴുവൻ നാരങ്ങയിലേക്കാണ് പോകുന്നത്. അപ്പം ആ നാരങ്ങ അപ്പം നോക്കുമ്പോൾ താഴെ വെക്കുന്നു, വണ്ടി കയറ്റുന്നു. അപ്പോൾ അവൻ്റെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ തോട്ട്സ് എല്ലാം ആ നാരങ്ങയിൽ ഡൈവേർട്ട് ചെയ്യുകയാണ്, ആ ചിന്തയിലേക്ക് പോവുകയാണ്. പിന്നെ അപ്പോൾ അത് അങ്ങനെ അങ്ങ് പോയി. അതുകൊണ്ട് പിന്നെ വരുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ അത്ര ഒരു പവർഫുള്ളായിട്ട് നമ്മൾ ദോഷം ചെയ്യത്തില്ല. ആദ്യമായിട്ട് വരുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള നെഗറ്റീവ് ചിന്താഗതി നമ്മളെ ശരിക്കും സ്വാധീനിക്കും. അപ്പോൾ അവനെ കാരണം ഈ ആ വാഹനം കാണുമ്പോൾ ആദ്യം ഒരു കൗതുകം. ആ കൗതുകം എന്ന് പറയുമ്പം ഈ
കൗതുകം ഉണർത്തുന്നതെല്ലാം പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ ഉണർത്തും. അപ്പം ആ കൗതുകത്തോടു കൂടി അവൻ ഒരു നെഗറ്റീവായിട്ട് ചിന്തിച്ച് കഴിയുമ്പം നമ്മുടെ ആ വാഹനത്തെ അത് ഉപയോഗിക്കുന്ന ആളെ ബാധിക്കും. അത് അവൻ നാരങ്ങയിലേക്ക് അവൻ്റെ ആ കാര്യങ്ങൾ ആ ഒരു ശ്രദ്ധ പോകുമ്പം ആ നാരങ്ങ അരഞ്ഞു പോവുകയാണ്. അപ്പോൾ അതവിടെ കഴിഞ്ഞു. പിന്നെ അവൻ്റെ തോട്ട്സ് നമ്മളെ ദോഷം ചെയ്തില്ല. അതുകൊണ്ടാണ് നാരങ്ങ വെച്ച് വണ്ടി കയറ്റി വിടുന്നത്. മനസ്സിലായില്ലേ? വണ്ടി എടുക്കുമ്പോൾ അത് ചെയ്യുന്നത് നല്ലതാണ്. ക്ഷേത്രത്തിൽ പൂജിച്ച ശേഷം ഇതിൻ്റെ കാരണം മനസ്സിലാക്കണം, എന്നിട്ട് ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുമ്പോൾ. ഇനിയും നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ഈ കാരണം അറിഞ്ഞുകൊണ്ട് ഇപ്പം എല്ലാവരും ഇത് അറിയുവാണെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് ഇത് ചെയ്താൽ ഫലം ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഫലം ഉണ്ടാകും. കാരണം മനുഷ്യ മനസ്സുകളെ അവനവനെ പോലും നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല. മനുഷ്യ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ഇത് അറിയാവുന്നവർ തന്നെയാണല്ലോ അവൻ്റെ മുന്നിൽ നാരങ്ങ വെച്ച് പൊട്ടിച്ച് അവൻ നാരങ്ങയിലോട്ടേ നോക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നോക്കുന്ന ആളുകൾക്കും ഈ അറിവ് കിട്ടിക്കൊണ്ട് ദോഷമൊന്നുമില്ല. കാരണം മനസ്സ് ഇതെല്ലാ നിയമങ്ങൾക്കും അപ്പുറമാണ്. അവന് ഈ കാര്യം ഇപ്പോൾ അറിവുണ്ട്, ഇത് എൻ്റെ ദൃഷ്ടിദോഷം വരാതിരിക്കാനാണ് ഇവൻ നാരങ്ങ വെക്കുന്ന അറിഞ്ഞാൽ പോലും അവൻ ആ ശ്രദ്ധ മുഴുവൻ നാരങ്ങയിലോട്ടേ പോകത്തുള്ളൂ ഓട്ടോമാറ്റിക്കായിട്ട്. അതുകൊണ്ട് ഇത് അറിയുന്നത് കൊണ്ടും ഇതിന് ദോഷമൊന്നും വരുന്നില്ല. ഇത് ചെയ്യാം, എപ്പം വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. പിന്നെ നാരങ്ങ തലയ്ക്ക് ഒഴിയുന്നത് ഈ എല്ലാവരും നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളതാണ്. ഉഴിയുന്നത് നല്ലതാണ്. ഉഴിയുന്നത് ഇത് വലത്ത് ചെവി ഇങ്ങനെ വലത്തോട്ട് ഒഴിയണമെന്ന് പറയാറുണ്ട്. ഉഴിയുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. ഈ എന്താണ് അതിന് പുറകിലുള്ള ഒരു കാര്യം? എൻ്റെ ഒരു അറിവാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് ഈ ചില ഈ പ്രാചീനമായ തമിഴ് യോഗ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവർ ചെയ്യുന്ന ഒരു പ്രാണായാമ രീതിയെക്കുറിച്ച് ഞാനത് ചില വീഡിയോ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് ആരും കണ്ടു കാണത്തില്ല. അതുകൊണ്ട് ഒന്നുകൂടെ പറയുകയാണ്. ഒഴിയുന്നതിലുള്ള രഹസ്യം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഉൾഗതി പ്രാണായാമം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പ്രാണൻ്റെ അവിടെ നിന്ന് ഉള്ളിൽ കൂടി തന്നെ ശ്വാസമെടുത്ത് ഉള്ളിൽ കൂടി തന്നെ എടുത്ത് അത് സഹസ്രാരത്തിൽ കൊണ്ടുവന്ന് പിടിച്ചു നിർത്തിയല്ല, സഹസ്രാരമല്ല ഭ്രൂമധ്യത്തിൽ കൊണ്ടുവന്ന് അവിടെ ഒരു ജ്യോതി ഒരു പ്രകാശം ധ്യാനിച്ച് ആ പ്രകാശത്തിന് ചുറ്റും മനസ്സുകൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അല്ല ശ്വാസം എടുത്ത് പിടിക്കുകയൊന്നുമല്ല. അപ്പോൾ ആജ്ഞാചക്രം ആക്റ്റീവ് ആകും. അതിന് മുമ്പ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ക്രിയായോഗയിലാണേലും ഒക്കെ അതറിയാവുന്നവർക്കറിയാം. അതിനെ റൊട്ടേഷൻ വരുമ്പോഴാണ് അത് ഏത് യോഗവിദ്യയാണേലും. ഇത് ഞാൻ ഉൾഗതി പ്രാണായാമത്തെക്കുറിച്ചാണ് പറയുന്നത്, ക്രിയായോഗയെക്കുറിച്ചല്ല. അപ്പോൾ ഉൾഗതി പ്രാണായാമം എന്ന വിദ്യയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഒഴിച്ചിലിൻ്റെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ്. അപ്പം ഈ ആജ്ഞാചക്രമാണെങ്കിൽ ആജ്ഞാചക്രത്തിന് ചുറ്റും ഇങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കേന്ദ്രത്തിന് ചുറ്റും ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കേന്ദ്രത്തിൽ നിന്നും എനർജി ചുറ്റും പ്രസരിക്കും എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം. അതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് തന്നെയാണ് ഒഴിയുമ്പോഴും ചെയ്യുന്നത്. നമുക്ക് ചുറ്റും ഒഴിയുമ്പോൾ നമ്മളിൽ നിന്നുള്ള നെഗറ്റീവ് പോകുന്നു എന്ന സങ്കല്പത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ആ എനർജിയുടെ ഒരു സങ്കല്പത്തിന് ഭയങ്കര ശക്തിയാണ്. ആ എനർജിയുടെ അതല്ലേ നമ്മൾ ഒരാളെക്കുറിച്ച് ചിലപ്പോൾ തീവ്രമായിട്ട് സങ്കല്പിച്ച് അയാൾ നമ്മളെ ഫോൺ വിളിക്കും. ഇങ്ങനെയുള്ള സൈക്കിക് എക്സ്പീരിയൻസ് പലർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാകും. അപ്പോൾ ആ ചിന്തയ്ക്ക് എത്ര നമ്മുടെ സങ്കല്പമാണ് നമ്മുടെ നെഗറ്റീവ് എനർജി പോവുകയാണ്. അങ്ങനെ ആ സങ്കല്പത്തോടു കൂടി ഒഴിയുമ്പം വലത്തോട്ട് ഒഴിയുമ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇടത്തായിട്ട് തോന്നും, പക്ഷേ ഞാൻ ചെയ്യുന്ന വലത്തോട്ടാണ്. അത് കണ്ടോ, വലത്ത് ചെവി ഇതാണ്. അപ്പം വലത്തോട്ട് ഒഴിയുമ്പം നമ്മളൊരു കേന്ദ്രത്തിന് ചുറ്റും ഒഴിയുമ്പം ആ എനർജി ചുറ്റും പ്രസരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് വളയുന്നു എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു വൈബ്രേഷൻ നമ്മളിൽ നിന്ന് പോകും. ഇനിയും ഒരു കേന്ദ്രത്തിന് ചുറ്റും നമ്മൾ പ്രവഹിക്കുമ്പോൾ ആ ഒരു നല്ല എനർജി അല്ലെങ്കിൽ നല്ലൊരു ചിന്തയോടെ നല്ല ഒരു ഈശ്വര്യമായ ഒരു എനർജി ആണെങ്കിൽ ആ നല്ല പോസിറ്റീവ് വൈബ്രേഷൻ നമ്മളിലേക്ക് ഉണ്ടാകും. അതുതന്നെയാണ് ദേവന് ചുറ്റും പ്രദക്ഷിണം വെക്കണമെന്ന് നിർബന്ധമായിട്ട് ഞാൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് പറഞ്ഞു, 3 പ്രദക്ഷിണം വെച്ച് ദേവിക്ക് പഴവും 2 കാര്യങ്ങളൂടെ സമർപ്പിക്കണമെന്ന് പറഞ്ഞു. കയ്യിൽ വെച്ച് 3 പ്രദക്ഷിണം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യം ഇതൊക്കെ തന്നെയാണ്. ഒരു ഈശ്വരീയമായ പോസിറ്റീവായ ഒരു എനർജിക്ക് ചുറ്റുമാണ് ഇതുപോലെ റൊട്ടേഷൻ ഉണ്ടാകുന്നതെങ്കിൽ, ഇങ്ങനെ റൊട്ടേഷൻ ഉണ്ടാകുന്നെങ്കിൽ ആ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനും നമ്മളിലേക്ക് പ്രസരിക്കുമെന്നുള്ളതാണ്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം. ആ പ്രദക്ഷിണം നമ്മളൊരു ഏകദേശം വൃത്താകൃതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വൃത്താകൃതി ചെയ്യുന്നതിൻ്റെ കാര്യം ഒരു വൃത്ത കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലെ ഓരോ ബിന്ദുവിലേക്കുള്ള ദൂരം ഏകദേശം കൃത്യമായതുകൊണ്ടാണ് വൃത്താകൃതി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് വൃത്താകൃതിയിലാണ്, ഏകദേശം വൃത്താകൃതി തന്നെയാണ് സാധാരണ പ്രദർശനം ചെയ്തു പോകുന്നത്. അപ്പം അത് കൊണ്ടാണ് ഇത് തന്നെയാണ് ഒഴിയുന്നതിൻ്റെ രഹസ്യവും.
ആ ഒരു കേന്ദ്രത്തിൽ നിന്നും അതിന് ചുറ്റും ഒഴിയുമ്പോൾ ആ എനർജിയുടെ ഒരു പ്രസരണം ഉണ്ടാകും. നല്ല എനർജി ആണെങ്കിൽ നല്ല പ്രസരണം, മോശം രീതിയിലാണെങ്കിൽ ആ മോശം രീതിയിലുള്ള പ്രസരണം. നമ്മളിപ്പോൾ നെഗറ്റീവ് പോകുന്നെന്ന് വിചാരിച്ചാൽ നെഗറ്റീവ് പ്രസരണം ഈ ശരീരത്തിന് ഒഴിയുമ്പം. ഇനി നമ്മൾ ഈശ്വരീയമായ ശക്തികൾക്ക് മുന്നിലാണെങ്കിൽ നമ്മൾ സങ്കല്പിക്കുന്നതിനാ അനുഗ്രഹം കിട്ടുന്നതെന്നാണ്. അവിടെ പോസിറ്റീവ് പ്രസരണമാണ് ഉണ്ടാകുന്നത്, പോസിറ്റീവ് വൈബ്രേഷനാണ് ഉണ്ടാകുന്നത്. ഇതെല്ലാം മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, മനസ്സിൻ്റെ സങ്കല്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, സങ്കല്പങ്ങൾക്കനുസരിച്ച് റിസൾട്ട് വരുന്ന കാര്യങ്ങളാണ്. ആ ഒരൊറ്റ നിയമം ഇവിടെ ഉള്ളൂ. നിങ്ങൾ എങ്ങനെ സങ്കല്പിക്കുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ ഉൾക്കൊള്ളുന്നു, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ അതിൻ്റെ റിസൾട്ടും അങ്ങനെ വരും. നമ്മൾ കേട്ടിട്ടില്ലേ, വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? എന്ത് നമ്മൾ സങ്കല്പിക്കുന്നു അതിനനുസരിച്ചായിരിക്കും റിസൾട്ട് വരുന്നത്. ഭദ്രകാളിയെ സാത്വിക സങ്കല്പത്തിൽ നമ്മൾ സങ്കല്പിച്ചാൽ അമ്മ സാത്വിക സങ്കല്പത്തിൽ തന്നെ അനുഗ്രഹം തരും. ഇനി അല്ല മറ്റു രീതിയിലാണോ ഭദ്രകാളിയെ സങ്കല്പിക്കുന്നത്, ആ രീതി അനുഗ്രഹം. നമ്മളുടെ ഭാവം എങ്ങനെയാണ്, നമ്മളുടെ ഏത് ഭാവത്തിൽ ഏത് ദേവനെ ദേവിയെ കാണുന്നു അതുപോലെ ആയിരിക്കും നമ്മളിൽ ആ അനുഗ്രഹം ഉണ്ടാകുന്നതും. അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം. അപ്പോൾ ഇത് എന്നാലാവുന്ന രീതിയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് എൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ്, എൻ്റെ നിഗമനങ്ങൾ മാത്രമാണ്, എൻ്റെ അനുഭവങ്ങളാണ്, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ശരിയോ തെറ്റോ ആകാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ചെയ്ത് ബോധ്യപ്പെട്ടെങ്കിൽ, നല്ലതാണെങ്കിൽ, നിങ്ങൾക്ക് അനുഭവമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പോകുന്ന സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് ബോധ്യമുള്ള, എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ്, എൻ്റെ കാഴ്ചപ്പാടുകളാണ് പറയുന്നത്. ഇത് നല്ലതെങ്കിൽ, ഇത് ശരിയായി മനസ്സിലാക്കിയാൽ എല്ലാവർക്കും പ്രയോജനപ്പെടും, സംശയം വേണ്ട. അപ്പം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. വെറുതെ സമയം കളയുന്ന സമയങ്ങളിലൊക്കെ ഏതെങ്കിലും കാര്യങ്ങൾ കാണുക. നമ്മൾ ഏതൊരു കാര്യവും ചെയ്തു മാറ്റം വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്താലല്ലേ, ഒരു വിത്ത് വെച്ചാൽ തന്നെ അതിന് റിസൾട്ട് വരത്തുള്ളൂ. ഒരു കാര്യം അല്ലെ ദേവനല്ലേ ദേവി കാര്യം, ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് വരുന്ന കാര്യങ്ങളാണ് വീഡിയോ മൊത്തം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വെറുതെ മനസ്സിലാക്കാൻ അറിവിന് വേണ്ടി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചെയ്താൽ പ്രയോജനം കിട്ടുന്നത്, ഒരു വഴിപാടായിക്കോട്ടെ, ഒരു മന്ത്രമായിക്കോട്ടെ, ചെയ്താൽ റിസൾട്ട് കിട്ടുന്നത്. ആക്ഷൻ ഒരു ഓപ്പോസിറ്റായിട്ടൊരു റിയാക്ഷൻ ഉണ്ടാകും. അപ്പം അത് നമ്മൾ നല്ല രീതിയിൽ സങ്കല്പത്തിൽ ചെയ്യുമ്പോൾ നല്ല റിയാക്ഷൻ ഉണ്ടാകും. ചെയ്ത് മാറ്റം വരുന്ന കാര്യങ്ങളാണ് ഇന്നോളം എൻ്റെ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. അല്ല നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ, കുറേ അറിവുകൾക്ക് വേണ്ടി മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അത് അറിയുന്നതുകൊണ്ട്, ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്ന കാര്യങ്ങളാണ്. അതായത് ദേവിക്ക് പഴം വെക്കുന്ന കാര്യം, പിന്നെ സർപ്പത്തിന് വഴിപാടുകൾ ചെയ്യുന്ന കാര്യം, ഭാഗ്യസംഖ്യകളെക്കുറിച്ച്, സംഖ്യാരഹസ്യങ്ങളെക്കുറിച്ച്, കൃഷ്ണന് ചെയ്യുമ്പോഴുള്ള രഹസ്യം, മുരുകന് ചെയ്യുമ്പോഴുള്ള രഹസ്യം, മുരുകൻ്റെ രഹസ്യമന്ത്രങ്ങൾ, മഹാദേവന് ചെയ്യുമ്പോൾ ശിവൻ്റെ രഹസ്യങ്ങൾ, ശിവൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ഞാൻ നിരവധി വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ അറിവിലുള്ള പരമാവധി ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയും ഈ വാട്സപ്പിൽ ഓരോരുത്തർ വർക്കിന് ഒരുപാട് ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇടയ്ക്ക് ചില അത്യാവശ്യ വർക്കുകൾ വന്നുകൊണ്ടൊക്കെ ഒരുപാട് പെൻഡിങ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് അത് ക്ഷമിക്കുക. ഞാൻ തീർച്ചയായിട്ടും ചെയ്തു തരാം. അത് ചെയ്യുന്ന നല്ല രീതിയിൽ തന്നെ എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാൻ സാധിക്കും. തീർച്ചയായിട്ടും സാധിക്കുന്ന നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തരും. വേണ്ട കാര്യങ്ങൾ എൻ്റെ അറിവിലുള്ള ഏറ്റവും മികച്ചമായ, എൻ്റെ കഴിവിനൊത്ത ഏറ്റവും മികച്ചമായ രീതിയിൽ തന്നെ എല്ലാം പറഞ്ഞു തരും. അപ്പം അത് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. ഈ നേരിട്ട് ആളുകൾ ഇടയ്ക്ക് വരുന്നതുകൊണ്ടായിരിക്കും വർക്കുകൾ പെൻഡിങ് ആകുന്നത്. അതാണ് നമ്മൾ എടുത്ത വർക്കുകൾ ചെയ്യാൻ സാധിക്കാതെ സമയത്തിന് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം ഇതാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നു, അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. വെറുതെ ദൂരെ നിന്നൊക്കെ വന്നു കഴിഞ്ഞാലും, കാരണം നമ്മൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ വർക്ക് മുഴുവൻ പെൻഡിങ് ആവുകയാണ് വാട്സപ്പ് വഴിയുള്ള. അതുകൊണ്ട് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. അത് ഞാൻ വീഡിയോ എത്രയോ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈയിടെ അടുത്ത കാലത്ത് ഒരു കാര്യം, 1-2 കാര്യങ്ങളുണ്ടായി. അതുകൊണ്ട് എൻ്റെ ഒരുപാട് വർക്കുകൾ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് താമസിച്ചാൽ അവരോട് സദയം ക്ഷമാപണം നടത്തുന്നു, മനഃപൂർവ്വമല്ല. കാരണം ഈ അടുത്തിടയ്ക്ക് നമ്മൾ തന്നെ നേരിട്ട് കൺസൾട്ടിങ് ഉള്ള സമയത്ത് നോക്കിയതാണ്. അപ്പം ഒരു കുട്ടിക്ക് മോശമായ ചില കാര്യങ്ങൾ, റിലേഷനൊക്കെ ഉണ്ടായിരുന്നു. അത് വളരെ ഒരു മോശമായ കാര്യങ്ങളായിരുന്നു. അതിന് നമ്മൾ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്തു, പറഞ്ഞു കൊടുത്തു, നല്ല കാര്യങ്ങൾ മാത്രം. ക്ഷേത്രത്തിലേക്ക് മാത്രമേ ഞാൻ എൻ്റെ ഇന്നോളം പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പരിഹാരം പറഞ്ഞു കൊടുക്കാറുള്ളൂ. പിന്നെ മന്ത്രങ്ങൾ ചെല്ലേണ്ട, അല്ല വേറൊന്നും പറഞ്ഞു കൊടുക്കാറില്ല.
അവർ ചെയ്തു. അവർക്ക് കുട്ടിക്ക് നല്ല ബുദ്ധി ഭഗവാൻ തോന്നിച്ചു, ഞാനല്ല ഈശ്വരൻ തോന്നി, നമ്മൾ വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. അത് മാറി തന്നെ വലിയൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് നല്ലൊരു ബന്ധം വന്നു, നല്ലൊരു ബന്ധമാണ് അത് വന്ന്. എല്ലാം കഴിഞ്ഞപ്പം അവർക്ക് വിവാഹത്തിന് മുഹൂർത്തം കൊടുക്കണം. അപ്പോൾ ഇവിടെ വന്നു. ഞാനിതുപോലെ അത്യാവശ്യം വർക്കുകളിൽ ഇരിക്കുകയാണ്. നമുക്ക് എല്ലാ വർക്കും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എടുക്കുന്ന വർക്കുകൾ പരമാവധി നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി അല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തിരക്കിയിരിക്കുന്ന സമയത്ത് ഇവർ വന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, അത്യാവശ്യമെങ്കിൽ മുഹൂർത്തം നിങ്ങൾ വേറെ എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യുന്നത്, വേറെ ഇടത്ത് പോയി നോക്കി ചെയ്യുക. ഞാൻ ഇച്ചിരി തിരക്കിലാണ്, അതുകൊണ്ടൊന്നും വിചാരിക്കരുത്. പക്ഷേ അവർ പോകത്തില്ല. കാരണം അവർ പറയുന്ന ഒരു ഭാഗം അതുപോലെയുള്ള ഒരു വിഷയത്തിൽ നിന്ന് അത് മാറി അവർക്ക് ആ കുട്ടി കല്യാണത്തിലേക്ക് വന്നു, നല്ലൊരു ബന്ധം. അപ്പോൾ ഒരുപാട് വളരെ കോംപ്ലിക്കേഷനായ ഒരു പ്രശ്നമാണ് മാറി വന്നു. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു ഞാൻ തന്നെ നോക്കി എടുത്തുകൂടെ. ഓരോരുത്തരുടെ വിശ്വാസമാണ് അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അപ്പം ഞാൻ നോക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. 4 പ്രാവശ്യം അവർ വന്നു. 4 പ്രാവശ്യം എൻ്റെ വർക്കുകളെല്ലാം പെൻഡിങ്ങായി. അവർ വന്ന് ഇവിടെ ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ കുറേ വർക്കുകളാണ് പെൻഡിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആളുകളോട് നമ്മൾ സമയത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞൊരു കാര്യം ഏറ്റെടുത്ത് അത് കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടാണ് വരുന്നത്, ഒരു വാക്ക് പറയുന്ന സമയത്ത്. ഇതിന് കാരണം ഇങ്ങനെ വരുന്ന കക്ഷികളായി നമ്മളെ ഇപ്പം അങ്ങനെ പാടില്ല. നമ്മൾ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴിയേ ഉള്ളൂ. അത് ചെയ്യാനും അതുപോലും സമയം നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം 1 മണിക്കൂർ കൊണ്ട് നോക്കുന്ന പരിപാടി എനിക്കില്ല. ഞാൻ ചിലപ്പോൾ ഒരു ദിവസം എടുത്തായിരിക്കും നോക്കുന്നത് ഒരാളുടെ. അങ്ങനെ വാട്സപ്പ് ചെയ്തുകൊണ്ട് ആ വർക്ക് വർക്ക് പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്ന് നമ്മളെ ഇതുപോലെ ശല്യം ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്. ഞാൻ വാട്സപ്പ് വഴി മാത്രമേ വർക്കുള്ളൂ, അതും മുൻഗണനാക്രമത്തിലാണ്. ആദ്യം ഇട്ടവരുടെ ആദ്യം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചെയ്തവർക്ക് ആദ്യം അങ്ങനെയാണ്. അപ്പോൾ അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പറഞ്ഞ് ഞാൻ മടുത്തു. അതുകൊണ്ട് നേരിട്ട് കൺസൾട്ട്, ഇതാണ് സാഹചര്യം, മറ്റൊന്നും കൊണ്ടല്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. കറക്റ്റ് കാര്യമാണ് ഈ പറഞ്ഞു തന്നത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് കാരണം ഒരാളുടെ സാഹചര്യമാണ് പറഞ്ഞു തന്നത്. നിരന്തരമായി കൂടുതൽ ശ്രദ്ധയോ അല്ലെങ്കിൽ കൂടുതൽ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കണ്ണിന് തന്നെ ഒരു വയ്യാഴിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും വരുന്നുണ്ട്. കാരണം ഓവർ സ്ട്രെയിൻ ചെയ്യാനും പറ്റത്തില്ല, നമുക്കൊരു പരിധിയില്ലേ. അതുകൊണ്ട് നമുക്ക് ചെയ്യാമെന്നല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്നിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ നോക്കാനുണ്ട്. അത് സദയം ക്ഷമിക്കുക, മനഃപൂർവ്വമല്ല. ഞാൻ ഫ്രീ ആകുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ നോക്കും, ഡീറ്റെയിൽഡ് തരും. താല്പര്യമുള്ളവർ നോക്കാതിരിക്കുക, തീർച്ചയായിട്ടും മറുപടി തരും. അതിൽ പേയ്മെൻറ്റ് ചെയ്തവരുണ്ട്, അവരൊക്കെ വിചാരിക്കുന്നത് ഒരുപാടായി. ഞാനൊന്നും തുറന്ന് നോക്കിയിട്ടില്ല, എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഫ്രീ ആകുമ്പോൾ നോക്കും, അതിന് മറുപടിയൊക്കെ തരും. പിന്നെ അത് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞ് താല്പര്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക എന്നുള്ളേ ഉള്ളൂ. പക്ഷെ നമ്മളെന്നാലും ഒരു മറുപടി കൊടുക്കും. അപ്പം ഒരുപാട് മെസ്സേജുകൾ നോക്കാനുണ്ടെന്ന് വിചാരിക്കരുത്. അവരെല്ലാം സദയം ക്ഷമിക്കുക. എൻ്റെ സാഹചര്യം ഇതാണ്, അതുകൊണ്ടാണ്. അപ്പം പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇല്ലെങ്കിൽ ആളുകളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരാളുടെ ഒരു സാഹചര്യം, ഒരവസ്ഥകൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ല ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വർക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഓഫീസിൽ ഇരുന്ന് ചെയ്യുന്ന കാര്യം എനിക്ക് ശ്രദ്ധയോടെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്കൊരു എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാൻ, ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ല ചുമ്മാ സമയം പോകാൻ വേണ്ടിയുള്ള കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് ശല്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് വരും. അത് മനസ്സിലാക്കണം. സാഹചര്യം ഇതാണ്. ചെയ്യാൻ വാട്സപ്പിൽ ഇട്ടാൽ മതി. ഫ്രീ ആകുമ്പോൾ മറുപടി കൊടുക്കും. ധൃതിയും വെക്കരുത്. ചെയ്താൽ എൻ്റെ കഴിവ് പോലെ അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തു തരും. അങ്ങനെ അപ്പം ഇനിയും സമയം കിട്ടി ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ പേയ്മെൻറ്റ് അവർ ചെയ്തത് അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യും. അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്കാരുടെ 1 രൂപ പോലും നമ്മൾ ആഗ്രഹിക്കാറുമില്ല. അങ്ങനെയുള്ള കാര്യം ജീവിതത്തിൽ പാലിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. മെസ്സേജ് എടുത്തിട്ടില്ലെങ്കിലും ഞാൻ മെസ്സേജ് എടുക്കും. ഇതാണ് സാഹചര്യം. എല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാൻ ഞാൻ മറുപടി തരും എന്തായാലും സമയം ഉണ്ടാകുമ്പോൾ. ഇതിപ്പം ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞത് ഈ മെസ്സേജ് ഇട്ടവരൊക്കെ കാണുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. കാണുന്നുണ്ടോ വിശ്വാസത്തിലേ പറയുന്നത്. അപ്പം എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.